വയനാട് മീനങ്ങാടി പഞ്ചായത്ത് കുടുംബശ്രീയിൽ വൻ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയെന്ന് പരാതി. ലോക്കൽ ഫണ്ട് ഓഡിറ്റ് വിഭാഗം നടത്തിയ പരിശോധനയിൽ ലക്ഷങ്ങളുടെ ക്രമക്കേടുകളാണ് കണ്ടെത്തിയത്. സംഭവത്തിൽ മീനങ്ങാടി പോലീസ് അന്വേഷണം തുടങ്ങി. കുടുംബശ്രീ ഗ്രൂപ്പുകൾക്ക് സംരംഭങ്ങൾ ആരംഭിക്കാനും മറ്റുമായി നൽകുന്ന വായ്പകൾ തിരിച്ചടവായെത്തുമ്പോൾ വ്യാജ രസീറ്റുകൾ നൽകി ബാങ്കിൽ അടക്കാതെ തെട്ടെടുത്തു എന്നാണ് ഓഡിറ്റ് വിഭാഗം കണ്ടെത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി കുടുംബശ്രീ ഓഫീസിൽ ഓഡിറ്റ് നടക്കുന്നതിനിടെയാണ് ക്രമക്കേടുകൾ പുറത്തുവന്നത്. വായ്പ എടുത്ത സംഘങ്ങളിൽ പലരും തുക തിരിച്ചടക്കാത്തതായി കണ്ടപ്പോൾ ബന്ധപ്പെട്ട സംഘങ്ങളുടെ ഭാരവാഹികളെ ഓഡിറ്റ് വിഭാഗം വിളിച്ചന്വേഷിച്ചപ്പോഴാണ് തുക തിരിച്ചടച്ച വിവരം ഇവർ പറഞ്ഞത്. പിന്നീട് രസീത് പരിശോധിച്ചപ്പോഴാണ് വ്യാജമാണെന്ന് മനസ്സിലായത്. 300ഓളം ബിൽ ബുക്ക് കാണാനില്ലെന്ന് മീനങ്ങാടി പഞ്ചായത്ത് മെമ്പർ. 300ഓളം ലീഫുകളാണ്. ഒരു ലീഫിൽ 1.5 ലക്ഷം രൂപയാണെങ്കിൽ 300 ലീഫ് പോകുമ്പോൾ 10,000 രൂപ വെച്ചാൽ തന്നെ എത്ര ലക്ഷം രൂപയായി? ഒരു വിഭാഗത്തിൽ മാത്രം. ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത് ക്ഷേമനിധി പോലും കൃത്യമായിട്ട് പല ആളുകളതും ജില്ലാ മിഷനിലേക്ക് അടച്ചിട്ടില്ല എന്നാണ് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞത്. 3 വർഷം മുൻപ് ജില്ലാ പോലീസ് മേധാവിക്കും കുടുംബശ്രീ ജില്ലാ മിഷനും പരാതി നൽകിയിരുന്നു. ഞങ്ങൾക്ക് ഇത് നേരത്തെ ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ മെമ്പർ സെക്രട്ടറിക്ക് ഇതിലെ ബില്ലുകളിലെല്ലാം സംശയം വന്ന സമയത്ത് ഞങ്ങളുമായി ഇത് CDSൽ ചർച്ച ചെയ്യുകയും അവതരിപ്പിക്കുകയും ചെയ്ത സാഹചര്യത്തിൽ ഈ വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാണിച്ചു. അപ്പം ഞങ്ങളോടുള്ള നിഷേധാത്മകമായ നിലപാടാണ് ഇതിൽ അറിയിച്ചിട്ടുള്ളത്. അതുകൂടാതെ ഞങ്ങൾ വരവ് ചെലവ് കണക്കിൻ്റെ കോപ്പി ആവശ്യപ്പെടും. അതായത് CDSന്റെ മീറ്റിംഗ് കൂടുന്ന സമയത്ത് വരവ് ചെലവ് കണക്കുകളുടെ കോപ്പി ആവശ്യപ്പെടുമ്പോൾ അത് തരില്ല. സംഭവത്തിൽ പ്രതിഷേധിച്ച് UDSF നേതൃത്വത്തിൽ കുടുംബശ്രീ ഓഫീസ് ഉപരോധിച്ചു. കുറ്റക്കാർക്കെതിരെ നടപടി സ്വീകരിക്കുമെന്ന മീനങ്ങാടി പോലീസിന്റെ ഉറപ്പിനെ തുടർന്നാണ് പ്രതിഷേധം അവസാനിപ്പിച്ചത്. മീഡിയ 1 വയനാട്.